കേരളത്തിലെ തട്ടിപ്പ് മതേതരത്വം വലിച്ചീറി ഒട്ടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ട പോലെ ടാറ്റയുടെ ബ്രാൻഡായിട്ടുള്ള സ്റ്റുഡിയോയ്ക്ക് മുമ്പിലായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇത് പ്രതിഷേധിക്കണം, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ തോരണവും കൊടിയൊക്കെ ആയിട്ട് വന്ന് പ്രതികരിക്കുന്ന കണ്ടു. കേരളത്തിൽ അത് വലിയ രീതിയിൽ വൈറലാകുന്ന കണ്ടു. അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാരൊക്കെ ഈ പ്രതിഷേധത്തെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെല്ലാം ടാറ്റയോടൊപ്പമാണ് നിന്നത്. ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിനോടൊപ്പമാണ് നിന്നത്. എവിടെ കിടക്കുന്ന ഫലസ്തീന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബഹളം വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇന്നലെ മീഡിയക്കകത്ത് വന്ന ഒരു ന്യൂസ് ഇങ്ങനെയാണ്: സ്റ്റുഡിയോ ബഹിഷ്കരണം തുടരും, മുസ്ലിം വിദ്യാർത്ഥി സംഘടന ആയതിനാലാണ് പരിഹസിക്കുന്നതെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടന ആയതുകൊണ്ടാണ് ഇവിടെ പല ആൾക്കാരും മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പല ആൾക്കാരും ഇതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും ഫോളോ ചെയ്യാറില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാരിലേക്ക് ഈ വീഡിയോ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് കൂടെ പറയുക ഇത് കണ്ടിട്ട് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 100K സപ്പോർട്ടിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഏത് വർഗീയതയാണെന്നുണ്ടെങ്കിലും, ഹിന്ദുത്വ വർഗീയതയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനി വർഗീയതയാണെന്നുണ്ടെങ്കിലും, മുസ്ലിം വർഗീയതയാണെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പറഞ്ഞിട്ട് ഒരു സൈഡ് മിണ്ടാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ആദ്യമേ ചോദ്യം ചെയ്യേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ DYFIയുടെ ദേശീയ പ്രസിഡന്റ് ഉണ്ട്, മലയാളിയാണ്, A. റഹീം. നോർത്ത് ഇന്ത്യയിൽ ഒരു സോഡ കുപ്പി വീണ് പൊട്ടിയാൽ പോലും കേരളത്തിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ സ്വന്തം സമുദായത്തിൽ എന്താ ഇതുപോലൊരു വർഗീയത കാണാൻ നേരത്ത് എന്തുകൊണ്ടാണ് A. റഹീം മിണ്ടാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ആ സൈലൻസ്? ഇതുപോലുള്ള സൈലൻസ് ആണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഇതുപോലെ സൈലൻസ് ആൾക്കാരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. PA മുഹമ്മദ് റിയാസ് ആമസോൺ കാർഡുകൾക്ക് വേണ്ടി ബ്രസീലിൽ അടച്ചിട്ട എംബസിക്ക് മുമ്പിൽ, അതായത് ഡൽഹിയിൽ ബ്രസീലിൻ്റെ അടച്ചിട്ട എംബസിയുടെ മുമ്പിൽ പോയി പ്രതിഷേധിച്ച വ്യക്തിയാണ്, നിലവിലെ മന്ത്രിയാണ്. പുള്ളിക്കാരൻ ഈ വിഷയത്തെപ്പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ഗണപതി വിത്താണെന്ന് പറഞ്ഞ് സയൻസിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഷംസീർ എന്ന് പറയുന്നൊരു വ്യക്തി. ഷംസീർ പുള്ളിക്കാരനും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളാരും മിണ്ടാത്തത്? ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? കേരളത്തിന് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ലല്ലോ. എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്തത്? സ്റ്റേറ്റിൻ്റെ CM, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ബൽറാം, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഷാഫി പറമ്പിൽ, അങ്ങനെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇവിടെ കുറേ നേതാക്കന്മാരുണ്ട്. ഇവരാരും സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ ഇതുപോലെ പ്രതിഷേധം നടക്കാൻ നേരത്തെ മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഇത് ഞാൻ പ്രതികരിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് വഖഫ് ഭേദഗതി ബില്ല് വരുന്നു, അതുപോലെ തന്നെ എമ്പുരാൻ വിവാദം വരും. എമ്പുരാൻ്റെ വിവാദത്തിൽ ഒരു സൈഡിൽ സംഘപരിവാറായിരുന്നു. അപ്പോൾ അവർ ബഹിഷ്കരണ ആഹ്വാനം നടത്തി എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള DYFIക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ ഇവരെല്ലാം സിനിമ കാണാൻ പോകുന്നു, തിയേറ്ററിന് സംരക്ഷണം ഒരുക്കുന്നു. നല്ല കാര്യം, എനിക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. സിനിമയായിട്ട് കാണുക. പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊന്നും കട്ട് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നിർമ്മാതാക്കന്മാർ തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്ന അത് കൃത്യമായ രീതിയിലൊരു തന്ത്രമായിരുന്നു, മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായ രീതിയിലൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അപ്പോൾ അതിന് സംരക്ഷണം ഒരുക്കുന്നു, നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളാരും സ്റ്റുഡിയോയ്ക്ക് സംരക്ഷണം ഒരുക്കാത്തത്? എന്തുകൊണ്ടാണ് A. റഹീം മിണ്ടാത്തത്? DYFIയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി സംരക്ഷണം ഒരുക്കി പ്രതിഷേധവും പ്രതികരണവും ഒക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്റ്റുഡിയോയ്ക്ക് നേരെ ഇതുപോലൊരു ആഹ്വാനം വരാൻ നേരത്ത് നിങ്ങളാരും മിണ്ടാത്തത്? എന്താണ് അതെന്താ? ഒരു സൈഡിൽ മിണ്ടാട്ടോ, ഒരു സൈഡിൽ വലിയ ശബ്ദം ഉണ്ടാക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി എമ്പുരാൻ സിനിമ കാണാനൊക്കെ പോകുന്നു, വലിയ വാർത്തയാവുന്നു, മന്ത്രിമാർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു, സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ അല്ലേ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ലേ സജി ചെറിയാനൊക്കെ, പുള്ളിക്കാരൻ പോയി സിനിമ കാണുന്നു. ഇവരാരും ഇപ്പം മിണ്ടുന്നില്ലല്ലോ. സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടാറ്റയുടെ ഷോറൂം ഇത് ഒരു സ്ഥലത്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു സാധാരണക്കാരൻ. നിരവധി ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭമാണ്, നിരവധി ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പോയിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുടെ കട പൂട്ടിക്കാൻ വേണ്ടി, അത് ബഹിഷ്കരിക്കാൻ വേണ്ടി, എവിടെയോ കിടക്കുന്ന ഫലസ്തീനികൾക്ക് വേണ്ടി കുറച്ച് മനുഷ്യർ വന്ന് പ്രതിഷേധിക്കാൻ. ആർക്ക് നഷ്ടം? നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും, നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം തകർന്നു പോവും. എവിടെ കിടക്കുന്ന ഫലസ്തീന് വേണ്ടി ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും LDF, UDF ഇക്കാര്യത്തിൽ മിണ്ടാത്ത? നിങ്ങളൊക്കെ വഖഫ് ഭേദഗതി ബില്ല് വരാൻ നേരത്ത് പാർലമെന്റിനുള്ളിൽ ബ്രിട്ടാസൊക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ടു. പാർലമെന്റ് പുറത്ത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ നിന്ന് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സംസാരിക്കുന്നുണ്ട്. മുൻപത്തെ മനുഷ്യരെ നിങ്ങൾ ഓർക്ക പോലും ചെയ്യാതെ ഒരുപോലെ നിങ്ങൾ പാർലമെന്റിനുള്ളിൽ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു.
ഈ ഐക്യം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്തത്? കാരണം എന്താ? ഒരു സൈഡിൽ സംഘപരിവാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ സംസാരിക്കും, ഒരു സൈഡിൽ മുസ്ലിം ഭാഗത്തിലെ ഏതെങ്കിലും തീവ്ര ശക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണ് കേരളത്തിൽ. ഇതിൻ്റെ പേര് പ്രീണനം എന്നാണ്, അതല്ലാതെ മതേതരത്വം എന്നല്ല. ഇവിടെ കുറേ ആൾക്കാർ ഇതിൻ്റെ പേര് മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടീം ഇറങ്ങുന്നുണ്ട്. അത് വിപ്ലവം പറയുന്നവരുണ്ട്, ഞങ്ങളാരും മതേതരവാദി എന്നും പറഞ്ഞ് ലേബൽ ഒട്ടിച്ച് നടക്കുന്ന ടീമുണ്ട്. അല്ലെങ്കിൽ കവിത എഴുതുന്നവർ മിണ്ടുന്നില്ല, സാംസ്കാരിക നായകന്മാർ മിണ്ടുന്നില്ല. എന്താ? നമ്മുടെ നാട്ടിൽ ഒരു തൊഴിൽശാലയ്ക്ക് മുമ്പിൽ എവിടെ കിടക്കുന്ന ഫലസ്തീന് വേണ്ടി നമ്മുടെ നാട്ടിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന, നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനം പൊട്ടിക്കാൻ കുറേ ആൾക്കാർ വരികയാണ്. ഇവിടെ ആൾക്കാർക്ക് മിണ്ടാട്ടമില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇതുപോലുള്ള തട്ടിപ്പുകൾ തീർച്ചയായിട്ടും ലോകം അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പല ആൾക്കാർ ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കുന്നില്ല, ഇവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്നില്ല. എവിടെ ഏറെയും സ്വന്തം സമുദായത്തിലെ വർഗീയതയ്ക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? എവിടെ ഷംസീർ എന്തുകൊണ്ട് സ്വന്തം സമുദായത്തിലെ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നില്ല? എവിടെ PA മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് സ്വന്തം സമുദായത്തിലെ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നില്ല? നിങ്ങളിത് സംഘപരിവാറാണ് ഈ സ്റ്റുഡിയോയ്ക്ക് നേരെ ഇതുപോലെ ബഹിഷ്കരണമായി വന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഓടിപ്പോയിട്ട് ആ കടയ്ക്ക് സംരക്ഷണം ഒരുക്കത്തില്ലേ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വരത്തില്ലേ? നിങ്ങൾ അവിടെ പോയി 2 സെറ്റ് തുണി മേടിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പം മിണ്ടാതിരിക്കുന്നത്? ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മിണ്ടാതിരിക്കുന്ന ഒരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടിയെ തീർച്ചയായിട്ടും തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായ രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ 1% ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഖഫിൻ്റെ കാര്യത്തിൽ ഒരുപോലെ ഒന്ന് പ്രതികരിച്ചല്ലോ, എമ്പുരാൻ സിനിമയുടെ കാര്യത്തിൽ ഒരുപോലെ ഒന്ന് പ്രതിഷേധിച്ചല്ലോ. എന്തുകൊണ്ടാണ് ടാറ്റ എന്ന് ബ്രാൻഡിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് നേരെ, ഒരു കടയ്ക്ക് നേരെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൊക്കെ കോടിക്കണക്കിന് ലോൺ എടുത്തിട്ടാണ് ഇതുപോലൊരു സംരംഭം തുടങ്ങുന്നത്? മനസ്സിലായില്ലേ? സംരംഭം തുടങ്ങിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എത്രയോ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന സ്ഥാപനമാണെന്നറിയോ? തൊഴിൽ കിട്ടുന്ന സ്ഥാപനമാണെന്നറിയോ? ഇത് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ആ കടയുടെ വാടക ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. ആ കടയിൽ നിന്ന് വരുമാനം കിട്ടുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ തൊഴിലാളികളുണ്ട്. ഇവരുടെ എല്ലാം വരുമാനം പൂട്ടിക്കുന്ന രീതിയിൽ ഈ കേരളത്തിലിരുന്ന് എന്തിനാണ് ഈ ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്ത് കാര്യമാണ്? നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. ഇവിടെ ആർക്കും മിണ്ടാട്ടമില്ല. ഇന്ത്യയിലെ കാശ്മീർ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ കമാന്ന് അക്ഷരം മിണ്ടാത്തവരാണ് ഇപ്പോൾ, കമാന്ന് 2 അക്ഷരം മിണ്ടാത്തവരാണ് ഇപ്പോൾ ഫലസ്തീന് വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് സ്നേഹമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ, കാശ്മീർ കണ്ടതിന് ശേഷം. സംഭവം വളരെ സിമ്പിളാണ്. ഇവിടുത്തെ മതേതരത്വം തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സൈഡ് സംഘപരിവാറാണെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളവും, മറ്റേ സൈഡ് വേറൊരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അനക്കമില്ല. ഏറെയുമൊക്കെ എവിടെ? പുള്ളിക്കാരനൊന്നും കാണാനില്ലല്ലോ. നോർത്ത് ഇന്ത്യയിൽ ആലിപ്പഴം പെയ്തു കഴിഞ്ഞാൽ വരെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? സംഘടിത വോട്ട് ബാങ്കിനെ പേടിയുള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കൊരു 30,000 ഫോളോവേഴ്സാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 30,000-ൽ നിന്ന് എത്ര കൂടുന്നോ അത് ഞാൻ പറഞ്ഞതിന് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് ഞാൻ കൂട്ടിക്കോളാം. ബാക്കിയൊക്കെ